നമസ്കാരം, ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ ദേവസ്വം ബോർഡിലോട്ടുള്ള നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. വളരെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരുന്ന ഒന്നായിരുന്നു ഗുരുവായൂർ ദേവസ്വം ബോർഡിലോട്ടുള്ള LD ക്ലർക്ക് ഉൾപ്പെടെയുള്ള വിവിധ തസ്തികകളിലോട്ടുള്ള വിജ്ഞാപനം. എന്നാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും വന്നില്ല. ആ ഒരു വിജ്ഞാപനം ഡിലേ ആകുമെന്നുള്ള ഒരു രീതിയിലായിരുന്നു കാര്യങ്ങൾ വന്നത്. പക്ഷേ ഇന്നത്തെ പത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ വിവിധ തസ്തികകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. വാർത്ത ഇതാണ്: ഗുരുവായൂർ ദേവസ്വത്തിൽ 439 ഒഴിവുകൾ, നിയമനം 5 മാസത്തിനകം. അപ്പോൾ ഈ ഒരു വാർത്തയിൽ ഉള്ളടക്കം എന്ന് പറയുന്നത്, സുപ്രീം കോടതിയുടെ ഒരു വിധിയെ തുടർന്ന് താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട് ആ തസ്തികകളിലോട്ട് പരീക്ഷ വഴി നിയമനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 439 ഒഴിവുകളാണെങ്കിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ 439 ഒഴിവുകൾ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ കാറ്റഗറി മാത്രമല്ല, LD ക്ലർക്ക് മാത്രമല്ല, ഒരുപാട് തസ്തികകൾ ഗുരുവായൂർ ദേവസ്വത്തിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഒക്കെ ടീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള ടീച്ചർമാരുടെ വേക്കൻസി അടക്കം ഒക്കെ LD ക്ലർക്കിന് അടക്കം വേക്കൻസി മൊത്തത്തിൽ 439 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണെന്നുള്ള തസ്തികാടിസ്ഥാനത്തിൽ വേറെ പറഞ്ഞുതരാം. എന്തായാലും ഇത്രയും വേക്കൻസികളിലോട്ടുള്ള വിജ്ഞാപനം അടുത്ത മാസം നവംബർ മാസം പുറത്തിറങ്ങുമെന്നാണ് പറയുന്നത്. എന്നിട്ട് 5 മാസത്തിനുള്ളിൽ ഇതിന്റെ കംപ്ലീറ്റ് പ്രോസസ് പരീക്ഷയും നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് നിയമനം നടത്താൻ പറ്റുമെന്നുള്ളതാണ് KDRB ഉദ്ധരിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഈ വാർത്ത. അപ്പോൾ ഈ വാർത്തയുടെ ഉള്ളടക്കം ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ദേവസ്വത്തിലും അനുബന്ധ സ്ഥാപനങ്ങളിലുമുള്ള 439 തസ്തികകളിലേക്ക് സുപ്രീം കോടതി വിധിയെ തുടർന്ന് സ്ഥിര നിയമനം വരുന്നു. ദേവസ്വത്തിൽ ഈ തസ്തികകളിൽ വർഷങ്ങളായി ജോലി ചെയ്തു വരുന്ന താൽക്കാലിക ജീവനക്കാർക്ക് ഇതോടെ ജോലി നഷ്ടപ്പെടും. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇവർക്ക് സ്ഥിര നിയമനത്തിൽ പ്രത്യേക പരിഗണനയും പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. എന്നാൽ ഇവർ എഴുത്ത് പരീക്ഷയും കൂടിക്കാഴ്ചയും അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. അപ്പോൾ സാധാരണഗതിയിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ 10 വർഷം ഒരാൾ താൽക്കാലിക ജീവനക്കാരായിട്ട് ജോലി ചെയ്താൽ സ്ഥിരപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിയമ തടസ്സം കാരണം അത് ഒഴിവാക്കുകയുണ്ടായി. മാത്രമല്ല, കേസിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു സ്ഥിരപ്പെടുത്തുന്ന കാര്യവും കംപ്ലീറ്റ്ലി സുപ്രീം കോടതി വിധിയിലൂടെ ഒഴിവാക്കി. അപ്പോൾ അതുകൊണ്ടാണ് ഈ 439 ഒഴിവുകൾ വന്നിരിക്കുന്നത്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ താൽക്കാലിക ജീവനക്കാരായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വയസ്സിളവ് നൽകാനും അവർക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് അവർ വയസ്സിളവും അതുപോലെ തന്നെയാണെങ്കിൽ അവർക്ക് വെയിറ്റേജും, അതായത് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് സർവീസ് അവർക്കുണ്ടോ അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൂടിക്കാഴ്ച ഇന്റർവ്യൂവിനൊക്കെ പ്രത്യേകം വെയിറ്റേജ് നൽകാനും വേണ്ടിയിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ ആളുകൾ താൽക്കാലിക ജീവനക്കാരുടെ നിലയിൽ ജോലി ചെയ്യുന്ന ആളുകളും അതിന് കൂടുതൽ ജനറൽ റിക്രൂട്ട്മെന്റ് ആയിക്കൊണ്ട് ഒക്കെ ഈ ഒരു ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് അവരും കൂടെ നേരിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും. എന്തായാലും തസ്തിക അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ റൂം ബോയ്സ് 119 ഒഴിവുകളുണ്ട്. അതുപോലെ തന്നെ സാനിറ്ററി വർക്കർ 115 ഒഴിവുകളുണ്ട്. വാച്ച്മാൻ 31, പശുപാലകർ 30, LD ക്ലർക്കും നിലവിൽ 23. LD ക്ലർക്ക് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. 23 ഒഴിവുകളാണ് നിലവിൽ LD ക്ലർക്ക് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണെങ്കിൽ അസിസ്റ്റന്റ് ലൈൻമാൻ 16, ഹെൽപ്പർ 14, കീഴടം ശാന്തിക്കാർ 12, വിളക്ക് തുടക്കൽ 8, പ്ലംബർ 6, ഗ്രേഡ് 2 വർക്കർ 4, അതുപോലെ തന്നെ ആയമാര് 3. ഓക്കെ, ഇങ്ങനെ ഇത്രയും ഒഴിവുകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒന്നാണ് LD ക്ലർക്കിന്റെ തസ്തിക. നിലവിൽ ഈ ഒരു ലിസ്റ്റിൽ അത് പറഞ്ഞിരിക്കുന്നത് 23 വേക്കൻസി എന്നുള്ളതാണ്. എന്തായാലും ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അതിന് എണ്ണം കൂടുമോ എന്നുള്ളത് അറിയില്ല. ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ 439 ഒഴിവുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ താൽക്കാലിക ജീവനക്കാരെ ഒഴിവാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒഴിവുകളാണ്. അതിനുശേഷം സാധാരണഗതിയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒഴിവുകൾ എത്ര ഉണ്ടോ നമുക്കറിയില്ല. അതുകൊണ്ട് ചേരുവാണെങ്കിൽ ഒരു പക്ഷം 23 കൂടുതൽ ഒഴിവുകൾ ഉണ്ടാവാനുള്ള സാധ്യത LD ക്ലർക്കിന് തസ്തികയ്ക്കുണ്ട്. എല്ലാ ഉദ്യോഗാർത്ഥികളും പഠനം ആരംഭിക്കുക. LD ക്ലർക്കിന്റെ പരീക്ഷ കഴിഞ്ഞിരിക്കുന്നു. ഇനി ദേവസ്വം ബോർഡ് 10th പ്രിലിംസ് ഈ പരീക്ഷകളൊക്കെയാണ് വരാനുള്ളത്. സ്പെഷ്യൽ ടോപ്പിക്കുള്ള ഒരു പരീക്ഷയാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കുക. ചലഞ്ചർ ആപ്പിൽ ഓൾറെഡി ദേവസ്വം ബോർഡ് LD ക്ലർക്കിന്റെ കോഴ്സ് നമ്മൾ ഒരു 4-5 മാസം മുമ്പേ ലോഞ്ച് ചെയ്തിരുന്നു. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുക. താങ്ക് യു.